നാളികേര വില കുതിച്ചുയരുന്നു. വിലവർധനയുടെ ഗുണം ലഭിക്കാതെ നാളികേര കർഷകർ. തൃശൂർ ATM കവർച്ച. പ്രതികളെ ചൊവ്വാഴ്ച കോടതിയിൽ ഹാജരാക്കും. വിയൂർ ഇരിങ്ങാലക്കുട പോലീസ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങും. മലക്കപ്പാറ മയിലാടുംപാറയിൽ കാട്ടാന ആക്രമണത്തിൽ 3 തോട്ടം തൊഴിലാളികൾക്ക് പരിക്ക്. പാലപ്പള്ളി കുണ്ടായി ജനവാസ മേഖലയിൽ പുലിയിറങ്ങി മൂരിക്കുട്ടിയെ കൊന്നു. തൃശൂർ പാറമേക്കാവ് അഗ്രശാലയിലെ തീപിടുത്തം. ഫോറൻസിക് സംഘം പരിശോധന നടത്തി. സമഗ്ര അന്വേഷണം നടത്തണമെന്ന് ഹിന്ദു ഐക്യവേദി. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ശ്രീലങ്കൻ സ്വദേശി സുജീവയ്ക്ക് ഒടുവിൽ ഇന്ത്യൻ പൌരത്വം. കളക്ടർ അർജുൻ പാണ്ഡ്യൻ പൌരത്വരേഖ കൈമാറി. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. നാളികേര വില കുതിച്ചുയരുന്നു. വിലവർധനയുടെ ഗുണം ലഭിക്കാതെ നാളികേര കർഷകർ. നാളികേര ലഭ്യത കുറഞ്ഞതാണ് വില ഉയരാൻ കാരണം. 2014 സമാനമായ രീതിയിൽ നാളികേര വില ഉയർന്നിട്ടുള്ളത്. നാളികേരത്തിന്റെ വില ഉയർന്നതോടെ വെളിച്ചെണ്ണ വിലയും ഉയർന്നു. ലിറ്ററിന് 240 രൂപയാണ് വെളിച്ചെണ്ണ വില. വില ഉയർന്നെങ്കിലും നാളികേര കർഷകർക്ക് ഇതിന്റെ ഗുണം ലഭിക്കുന്നില്ല. വേനലിലെ കടുത്ത ചൂട് മൂലം ഉൽപാദനത്തിൽ വൻ കുറവ് സംഭവിച്ചതായി കർഷകർ പറയുന്നു. നിലവിൽ കിലോയ്ക്ക് 38 മുതൽ 40 രൂപ വരെയാണ് പച്ചത്തേങ്ങയ്ക്ക് വില ലഭിക്കുന്നത്. കൊപ്രയ്ക്ക് കിലോ 140 രൂപ വരെ വിലയുണ്ട്. എന്നാൽ ആവശ്യത്തിന് നാളികേരം ലഭ്യമല്ല എന്നതാണ് അവസ്ഥ. ഓണത്തോടനുബന്ധിച്ചുണ്ടായ ആവശ്യകത നാളികേര ലഭ്യതക്കുറവിന് കാരണമായിട്ടുണ്ട്. നവരാത്രിയും ദീപാവലിയും പ്രമാണിച്ച് ഉത്തരേന്ത്യയിൽ ആവശ്യകത കൂടിയതും കൊപ്ര ലഭ്യതക്കുറവിന് കാരണമായി. ഭക്ഷ്യ എണ്ണ ഇറക്കുമതിക്ക് കേന്ദ്രം തീരുവ ഉയർത്തിയതും വെളിച്ചെണ്ണയുടെ വിലവർധനയ്ക്ക് കാരണമായി. തീരുവ വർദ്ധിച്ചതോടെ സൂര്യകാന്തി എണ്ണയ്ക്കും പാം ഓയിലിനും വില ഉയർന്നു. ഇതോടെ വെളിച്ചെണ്ണ ഉപഭോഗത്തിൽ വർധനവുമുണ്ടായി. TCV തൃശൂർ. പരിയാരം പീലാർമുഴിയിൽ പട്ടാപ്പകൽ കാട്ടാനക്കൂട്ടമിറങ്ങി. തുമ്പിക്കൈയില്ലാത്ത കുട്ടിയാനെ അടക്കം 4 ആനകളാണ് ഇറങ്ങിയത്. കനാലിന്റെ മറുകരയിലെ മോഡൺ പ്ലാക്കൽ ഷൈബുവിന്റെ പറമ്പിലെത്തിയ ആനകൾ കാർഷിക വിളകൾ നശിപ്പിച്ചു. ആളുകൾ ബഹളം വെച്ചതോടെ ആനകൾ തിരിച്ചുപോയി. കോട്ടാമലയിൽ നിന്നാണ് ആനകൾ എത്തിയത്. പാലപ്പള്ളി കുണ്ടായി ജനവാസ മേഖലയിൽ പുലിയിറങ്ങി മൂരിക്കുട്ടിയെ കൊന്നു. കുണ്ടായി കാരാട്ടുതൊടി റഷീദിന്റെ ഉടമസ്ഥതയിലുള്ള മൂരിക്കുട്ടിയെയാണ് പുലി പിടിച്ചത്. തോട്ടം തൊഴിലാളികളാണ് മൂരിക്കുട്ടിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. കുണ്ടായി എസ്റ്റേറ്റ് മാനേജറുടെ ബംഗ്ലാവിനോട് ചേർന്നുള്ള തോട്ടത്തിലാണ് മൂരിക്കുട്ടിയെ പുലി ആക്രമിച്ച് കൊന്ന നിലയിൽ കണ്ടത്. വനപാലകർ സ്ഥലത്തെത്തി മൂരിക്കുട്ടിയെ പിടികൂടിയത് പുലിയാണെന്ന് സ്ഥിരീകരിച്ചു. മൂരിക്കുട്ടിയുടെ ശരീരഭാഗം പുലി ഭക്ഷിച്ച നിലയിലാണ്. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപം പുലി ഇറങ്ങിയതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. മാസങ്ങളായി പ്രദേശത്ത് പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ കൊന്നൊടുക്കുന്നത് പതിവായിരിക്കുകയാണ്. 2 ആഴ്ച മുൻപ് മുപ്ലി പ്രദേശത്ത് വീട്ടുമുറ്റത്ത് പുലിയിറങ്ങിയത് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തിയിരുന്നു. നിരന്തരം പുലിയിറങ്ങി പ്രദേശത്ത് ഭീതി പരത്തിയതോടെ പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വന്യജീവി ശല്യത്തിനെതിരെ അടിയന്തര നടപടി വേണമെന്ന ആവശ്യം. മട്ടത്തൂർ പഞ്ചായത്തിൽ വന്യജീവി ശല്യം പതിവായി അനുഭവപ്പെടുന്ന താളൂപ്പാടം മുപ്ലി പ്രദേശങ്ങളിൽ ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായി. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് അടിയന്തര നടപടിയുണ്ടാകണമെന്നാണ് ആവശ്യമുയരുന്നത്. മുപ്ലി വനത്തിൽ നിന്നിറങ്ങുന്ന കാട്ടാന, പുലി തുടങ്ങിയ മൃഗങ്ങളാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയിട്ടുള്ളത്. പുലിയും കാട്ടാനയും നാട്ടിലിറങ്ങി ജനജീവിതത്തിന് ഭീഷണി സൃഷ്ടിച്ച വിഹരിച്ചിട്ടും വനപാലകരും ബന്ധപ്പെട്ട മറ്റ് അധികൃത കേന്ദ്രങ്ങളും നിസ്സംഗതയോടെ കാഴ്ചക്കാരായി നിൽക്കുകയാണെന്ന് പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ പറഞ്ഞു. സർക്കാരിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ സ്ഥലത്തുനിന്നോ ഒരു തരത്തിലുള്ള ഇടപെടലുകളുമില്ല. അവിടെ നിന്ന് വന്യജീവികൾ ഇവിടെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ജനങ്ങൾ ഇവിടെ നിന്ന് മാറി പോകട്ടെ എന്ന ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് ജീവിക്കാൻ ഒരു വാഴ പോയിട്ട് ഒരു തെങ്ങോ അടയ്ക്കാരമോ ഒന്നും കൃഷി ചെയ്യാൻ പറ്റാതെ മലയോര മേഖലയിലുള്ള കർഷകർ വളരെ ബുദ്ധിമുട്ടി അവരിവിടെ ജീവിച്ചു പോവുകയാണ്. അവർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്ന അവസ്ഥ. ഏതാനും ദിവസം മുൻപ് മുപ്ലിയിലെ വീട്ടുമുറ്റത്ത് പുലി എത്തിയതിനെ തുടർന്ന് പ്രദേശത്തെ ജനങ്ങൾ ഭീതിയോടെയാണ് കഴിയുന്നത്. പുലർച്ചെ ടാപ്പിംഗ് ജോലിക്കായി പുറത്തിറങ്ങുന്ന തൊഴിലാളികൾ പലപ്പോഴും ഇവിടെ റോഡിൽ പുലിയെയും കാട്ടാനകളെയും കാണാറുണ്ട്. കഴിഞ്ഞ രാത്രി താളൂപ്പാടത്ത് കൃഷിത്തോട്ടത്തിലെത്തിയ കാട്ടാനക്കൂട്ടം കുലവന്ന 300ഓളം നേന്ത്രവാഴകൾ നശിപ്പിച്ചിരുന്നു. വന്യജീവികൾ വനാതിർത്തി കടന്ന് ജനവാസ മേഖലയിലേക്കും കൃഷിയിടങ്ങളിലേക്കും ഇറങ്ങുന്നത് തടയാൻ ഫലപ്രദമായ സംവിധാനം ഒരുക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ഈ പ്രദേശത്ത് സോളാർ വേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇത് തകരാറിലായാൽ സമയബന്ധിതമായി അറ്റകുറ്റപ്പണി നടക്കുന്നില്ലെന്ന പരാതിയും ഉയരുന്നുണ്ട്. വന്യജീവികളിറങ്ങി നിരന്തരം കാർഷിക വിളകൾ നശിപ്പിക്കാൻ തുടങ്ങിയതോടെ മലയോര കർഷകർ പലരും ഹ്രസ്വകാല വിളകൾ കൃഷി ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിയുകയാണ്. TCV ന്യൂസ്, കൊടകര.
തൃശൂർ പാറമേക്കാവ് അഗ്രശാലയിലുണ്ടായ തീപിടുത്തത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടു. അട്ടിമറി ഉണ്ടായിട്ടുണ്ടോ എന്ന് പാറമേക്കാവ് ക്ഷേത്ര ഭാരവാഹികൾ തന്നെ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അട്ടിമറി നടന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്ന് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടു. അതേസമയം അഗ്നിബാധയുണ്ടായ അഗ്രശാലയിൽ ഫോറൻസിക് സയന്റിഫിക് വിഭാഗങ്ങൾ പരിശോധന നടത്തി. ഞായറാഴ്ച രാത്രിയാണ് അഗ്രശാലയിലെ 1ാം നിലയിൽ തീപിടുത്തമുണ്ടായത്. പാളപാത്രങ്ങളും കുടകൾ നിർമ്മിക്കുന്നതിനുള്ള തുണികളും കത്തിനശിച്ചിരുന്നു. 20 വർഷം പുതുക്കാട് ചെങ്ങാലൂരിൽ ജീവിച്ച ശ്രീലങ്കൻ സ്വദേശി സുജീവയ്ക്ക് ഒടുവിൽ ഇന്ത്യൻ പൌരത്വം. ചെങ്ങാലൂർ അരൂടി ബൈജുവിന്റെ ഭാര്യയായ കൊളംബോ സ്വദേശി 50 വയസ്സുള്ള ക്രന്തുകോട കങ്കടങ്കെ ലെലാനി സുജീവയ്ക്കാണ് ഇന്ത്യൻ പൌരത്വമായത്. തിങ്കളാഴ്ച ഇവരെ ഓഫീസിലേക്ക് വിളിച്ചുവരുത്തി കളക്ടർ അർജുൻ പാണ്ഡ്യൻ പൌരത്വരേഖ കൈമാറി. മസ്കറ്റിൽ ഗാർമെന്റ് ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്ന ബൈജുവും സുജീവയും 2001 ശ്രീലങ്കയിൽ വെച്ചാണ് വിവാഹിതരായത്. 2004 ഇവർ ബൈജുവിന്റെ നാടായ ചെങ്ങാലൂരിലെത്തി. തുടർന്ന് 20 വർഷം വിസ പുതുക്കിയുള്ള ജീവിതം. ബൈജു നാട്ടിൽ തന്നെ ചുമട്ടുതൊഴിലാളിയായി. ഇതിനിടെ പിറന്ന മകൻ അമൃത് കൃഷ്ണയ്ക്ക് 13 വയസ്സായി. 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനിടെ നാട്ടുകാരിയും സുഹൃത്തുമായ രശ്മി ശ്രീഷോഭ് സ്ഥാനാർത്ഥിയായപ്പോഴാണ് സുജീവയ്ക്ക് പൌരത്വ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടത്. കൂട്ടുകാരിക്ക് വോട്ട് ചെയ്യാനാവാത്ത വിഷമം പറഞ്ഞ സുജീവയോട് രശ്മി സിറ്റിസൺഷിപ്പ് പോർട്ടലിൽ അപേക്ഷിക്കാൻ നിർദ്ദേശിച്ചു. പോർട്ടലിൽ പരിശോധിച്ചപ്പോഴാണ് ഇതുവരെ അപേക്ഷ പോലും സമർപ്പിച്ചിട്ടില്ല എന്നറിയുന്നത്. തുടർന്ന് അന്നത്തെ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടു. പിന്നെയും 4 വർഷം കാത്തിരിപ്പ്. ഇതിനിടെ കളക്ടറേറ്റിൽ നിന്നും കേന്ദ്ര മന്ത്രാലയത്തിൽ നിന്നും അറിയിപ്പെത്തുകയായിരുന്നു. മറ്റു രേഖകളൊന്നും സ്വന്തമായി ഇല്ലാതിരുന്ന സുജീവയ്ക്ക് കഴിഞ്ഞ ദിവസം കളക്ടറേറ്റിൽ നിന്നുള്ള വിളി എത്തിയപ്പോഴാണ് ആശ്വാസമായത്. ഭർത്താവിനും മകനും പുതുക്കാട് പഞ്ചായത്ത് അംഗമായ രശ്മിയോടുമൊപ്പം കളക്ടറിലെത്തിയാണ് സുജീവ പൌരത്വരേഖ ഏറ്റുവാങ്ങിയത്. സർഗശക്തിയുള്ള വ്യക്തികളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുകയാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്നും ശാസ്ത്രത്തിനപ്പുറത്തേക്ക് ആത്മീയ ശക്തിയെ കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ കുട്ടികളെ പരിശീലിപ്പിക്കണമെന്നും ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള പറഞ്ഞു. കൊടകര സഹൃദയ കോളേജിന്റെ സ്വയംഭരണ അവകാശ പ്രഖ്യാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വതന്ത്ര സ്വഭാവത്തോടുകൂടിയ പാഠ്യപദ്ധതിക്ക് ഊന്നൽ നൽകണമെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ചു. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ്, കോളേജ് മാനേജർ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ, ഡയറക്ടർ ഡോക്ടർ ലിയോൺ ഇട്ടിയച്ചൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ആന്റോ ചുങ്കത്ത്, പ്രിൻസിപ്പൽ ഡോക്ടർ നിക്സൺ കുരുവിള തുടങ്ങിയവർ സംസാരിച്ചു. ധർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തി, സത്യത്തെ അടിസ്ഥാനപ്പെടുത്തി. ഇരിങ്ങാലക്കുട കരുവന്നൂരിൽ ബൈക്ക് യാത്രികരെ തടഞ്ഞു നിർത്തി മരവടി കൊണ്ട് തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ച 3 പേർ അറസ്റ്റിലായി. കരുവന്നൂർ വെട്ടുകുന്നത്തുകാവ് സ്വദേശികളായ മുരിങ്ങത്ത് വീട്ടിൽ സുധീൻ, പുരയാറ്റുപറമ്പിൽ ഗോകുൽ കൃഷ്ണ, ആറാട്ടുപുഴ തലപ്പള്ളി വീട്ടിൽ ദേവദത്തൻ എന്നിവരെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ കണക്കൻകോട്ട സ്വദേശികളായ പേച്ചേരി വീട്ടിൽ സുധാകരൻ, പെയിൽ വീട്ടിൽ സലീഷ് എന്നിവരെയാണ് 3-അംഗ സംഘം ആക്രമിച്ചത്. ശനിയാഴ്ച രാത്രി കരുവന്നൂർ ചേലക്കടവിൽ വെച്ചായിരുന്നു സംഭവം. ഗുരുതരമായി പരിക്കേറ്റ ഇവർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇരിങ്ങാലക്കുട SHO അനീഷ് കരീം, SIമാരായ ക്ലീറ്റസ്, KP രാജു, പ്രസന്നകുമാർ, സുധീഷ്, AK രാഹുൽ, സുജിത്, KV സജീഷ്, MK രാജേഷ് എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ചാവക്കാട് സ്വദേശിയുടെ ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ ധനകാര്യ സ്ഥാപന മേധാവിയായ മാപ്രാണം സ്വദേശി അറസ്റ്റിൽ. മാപ്രാണം ബ്ലോക്ക് റോഡിൽ സുവർണനെയാണ് ഇരിങ്ങാലക്കുട CA അനീഷ് കരീമിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ചാവക്കാട് സ്വദേശി സന്ദീപിന്റെ 25.5 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. 2021 ചന്തക്കുന്നിൽ പ്രവർത്തിച്ചിരുന്ന എറ്റത്ത് നിധി ലിമിറ്റഡ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായി പ്രവർത്തിക്കുന്ന വേളയിലാണ് സന്ദീപിനെ വഞ്ചിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഒളിവിലായിരുന്ന പ്രതി ജാമ്യമെടുക്കാൻ ശ്രമിച്ചു വരികയായിരുന്നു. ജാമ്യാപേക്ഷ തള്ളിയതോടെ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തട്ടിപ്പിൽ ഉൾപ്പെട്ട കൈപ്പമംഗലം സ്വദേശിയും 2ാം പ്രതിയുമായ ജുബിൻ ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു. ഇരിങ്ങാലക്കുടയിലെ ഡോക്ടറുടെ 2 കോടിയോളം രൂപ തട്ടിയെടുത്ത കേസിലും അറസ്റ്റിലായ സുവർണൻ പ്രതിയാണെന്നും സ്ത്രീയെ അപമാനിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഇയാളുടെ പേരിൽ കേസ് എടുത്തിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കുട്ടനല്ലൂർ ഗവൺമെന്റ് കോളേജിൽ ഞായറാഴ്ച രാത്രിയുണ്ടായ KSU SFI സംഘർഷത്തിൽ 7 പേർക്ക് പരിക്ക്. കൊടിതോരണങ്ങൾ കെട്ടുന്നതുമായി ബന്ധപ്പെട്ടാണ് സംഘർഷം നടന്നത്. SFI പ്രവർത്തകരായ പ്രജീഷ്, ആദിത്യ, ഷിനുമോൾ, ലക്ഷ്മിപ്രിയ, ആദിത്യൻ, KSU പ്രവർത്തകൻ ഹസീഫ് എന്നിവർക്കാണ് പരിക്കേറ്റത്. SFI പ്രവർത്തകരെ ജൂബിലി മിഷൻ ആശുപത്രിയിലും KSU പ്രവർത്തകനെ തൃശൂർ കോഓപ്പറേറ്റീവ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് 6 KSU പ്രവർത്തകർക്കെതിരെ ഒല്ലൂർ പോലീസ് കേസെടുത്തു. Hey,
ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രസാദ ഊട്ടിന്റെ ഗുണനിലവാരം ഉറപ്പാക്കാൻ ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി അംഗത്തിന്റെ നേതൃത്വത്തിൽ സ്ഥിരം സമിതി രൂപീകരിക്കും. പ്രസാദ ഊട്ടിന്റെ പരിശോധന പതിവായി ഉറപ്പാക്കുകയും കൃത്യമായ ഇടവേളകളിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും. കേരള ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി റവന്യൂ വകുപ്പ് ദേവസ്വം സ്പെഷ്യൽ സെക്രട്ടറിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ ഇക്കാര്യം അറിയിച്ചത്. കൊച്ചി സ്വദേശിയായ വിവരാവകാശ പ്രവർത്തകൻ കെ ഗോവിന്ദൻ നമ്പൂതിരി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിന് സമീപത്തുള്ള ഹോട്ടലുകളിലും ഭക്ഷണശാലകളിലും വിളമ്പുന്ന ഭക്ഷണത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കാൻ ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. നായാട്ട് സംഘങ്ങൾ ഒരുക്കുന്ന വൈദ്യുത കെണിയിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെടുന്നവരുടെ എണ്ണമേറുന്നു. കാട്ടുപന്നി, മാൻ, മുയൽ, മുള്ളൻപന്നി എന്നിവയെ പിടിക്കാനാണ് കെണിയൊരുക്കുന്നത്. വൈദ്യുതി ലൈനുകൾ, മോട്ടോർ പുരകൾ, ഒഴിഞ്ഞ സ്ഥലത്തെ വീടുകൾ എന്നിവിടങ്ങളിൽ നിന്നും കണക്ഷൻ കൊടുത്താണ് കെണിയൊരുക്കുക. ഇത്തരത്തിൽ കെണിയൊരുക്കി കൊല്ലുന്ന മൃഗങ്ങളുടെ ഇറച്ചി വിൽപ്പനയ്ക്ക് ഉപയോഗിക്കുന്നവരുമുണ്ട്. സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്താണ് കൂടുതലായും കെണിയൊരുക്കുന്നത്. വൈദ്യുതി കെണിയിൽപ്പെട്ട് കഴിഞ്ഞ വർഷം വടക്കാഞ്ചേരിയിൽ കാട്ടാന ചെരിഞ്ഞിരുന്നു. കാട്ടുപന്നിക്ക് വെച്ച വൈദ്യുതി കെണിയിൽ നിന്നും ഷോക്കേറ്റ് വരവൂരിൽ സഹോദരങ്ങൾ മരിച്ചത് 2 ദിവസം മുൻപാണ്. പാടത്ത് മീൻ പിടിക്കാൻ പോയപ്പോഴായിരുന്നു ദുരന്തം. വനമേഖലയോട് ചേർന്ന സ്ഥലങ്ങളിൽ വയലിലും മറ്റും നടക്കാനിറങ്ങുന്നവരും കർഷകരുമാണ് കൂടുതലും ദുരന്തത്തിൽപ്പെടുന്നത്. വൈദ്യുതി കെണിയിൽപ്പെട്ട ജില്ലയിൽ തന്നെ നിരവധി പേരാണ് മരണമടഞ്ഞിട്ടുള്ളത്. ചില സംഭവങ്ങളിൽ പ്രതികളെ കണ്ടെത്താനും സാധിക്കാറില്ല. TCV തൃശൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ കോർപ്പറേഷന് മുൻപിൽ ജനകീയ പ്രതിരോധ സമരം സംഘടിപ്പിച്ചു. RSS, പിണറായി പോലീസ് കൂട്ടുകെട്ട്, കേരളത്തെ സംഘപരിവാറിന് പണയപ്പെടുത്താൻ അനുവദിക്കില്ല തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ജനകീയ പ്രതിരോധ സമരം. വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കരിപ്പുഴ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് MK സലാം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ഷംസീർ ഇബ്രാഹിം, ജില്ലാ നേതാക്കളായ KS ഉമൈറ, PB ആരിഫ്, നവാസ് ഇടവിലങ്ങ് തുടങ്ങിയവർ സംസാരിച്ചു. തിരുവള്ളക്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നവരാത്രിയുടെ ഭാഗമായുള്ള ആഘോഷ പരിപാടികൾ തുടരുന്നു. വിജയദശമി ദിനം വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളിൽ 5ാം ദിവസം പാലാഴി സപ്തസ്വര സംഗീത വിദ്യാലയത്തിന്റെ സംഗീതാർച്ചന നടന്നു. ഗാനഭൂഷണം രജനി രാജന്റെ നേതൃത്വത്തിൽ 14ഓളം കുട്ടികളാണ് സംഗീതാർച്ചന നടത്തിയത്. വിജയദശമി ദിനമായ ഞായറാഴ്ച പുലർച്ചെ 4 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകിട്ട് 5 മുതൽ 6 വരെയും കുട്ടികളെ എഴുത്തിനെടുത്തുവാനുള്ള വിപുലമായ സൗകര്യങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. നവരാത്രിയെ വരവേറ്റ് ബൊമ്മക്കുലു ഒരുക്കി വീടുകളും. മുൻകാലങ്ങളെ അപേക്ഷിച്ച് വീടുകളിൽ ബൊമ്മക്കുലു ഒരുക്കുന്നവർ കൂടുകയാണ്. ദശാവതാരം, തിരുപ്പതി വെങ്കടേശ്വരൻ, സരസ്വതി, അഷ്ടലക്ഷ്മി, മുനിമാർ തുടങ്ങിയ ദൈവിക രൂപങ്ങളെല്ലാം ബൊമ്മക്കുലുവിൽ ഇടം പിടിക്കും. തമിഴ് ബ്രാഹ്മണരും കൊങ്ങിണി തുളു ബ്രാഹ്മണരും ഉത്തരേന്ത്യൻ സമൂഹങ്ങളുമാണ് വീടുകളിൽ കൂടുതലായി ബൊമ്മക്കുലു ഒരുക്കുന്നത്. ക്ഷേത്രങ്ങളിലേതുപോലെ വീടുകളിലും ബൊമ്മക്കുലു ഒരുക്കുന്നതിന് കൃത്യമായ ചിട്ടവട്ടങ്ങളുണ്ട്. വർഷങ്ങളായി ബൊമ്മക്കുലു ഒരുക്കുന്ന പൂങ്കുന്നം ശിവക്ഷേത്രത്തിന് സമീപം മഠത്തിൽ രാമനാഥനും കുടുംബവും പതിവിലും പുതുമയോടെയാണ് ഇത്തവണ ബൊമ്മക്കുലു ഒരുക്കിയിട്ടുള്ളത്. വാദ്യകലകൾ പരിശീലിക്കാൻ പ്രായമൊരു തടസ്സമല്ലെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് കൊരട്ടിയിലെ ഒരു സംഘം. മേളത്തിന് കാലങ്ങളേയുള്ളൂ, പ്രായമില്ല. വരുന്ന വിജയദശമിയിൽ വെസ്റ്റ് കൊരട്ടിയിൽ നടക്കുന്ന തിമിലയിലെ അപൂർവ അരങ്ങേറ്റം ഇതിന് തെളിവാകും. ാല് മുതൽ 84 വരെയുള്ള അംഗസംഘം പരിശീലനം പൂർത്തിയാക്കി. മേളക്കുലപതി കുഴൂർ നാരായണമാരാരുടെ സന്തത സഹചാരിയും വാദ്യകലയുടെ പ്രചാരകനുമായ MNS നായരും തിമിലയിൽ ഒപ്പമുണ്ട്. അന്നമനട മുരളീധരന്മാരാരുടെ ശിക്ഷണത്തിൽ 1 വർഷത്തിനകം ഇവർ പരിശീലനം പൂർത്തിയാക്കി. 64 വയസ്സുള്ള K നാരായണൻകുട്ടി, 59 വയസ്സുള്ള അശോക് കുമാർ പാലിയത്ത്, മഹേഷ് കുമാർ, ഗിരീഷ് കുമാർ, CP അനൂപ് എന്നിവരാണ് ഒപ്പമുള്ളത്. ഒട്ടും ആയാസമില്ലാതെ ഇവരെ പരിശീലിപ്പിക്കാൻ കഴിഞ്ഞുവെന്ന് മുരളീധരമാരാർ പറഞ്ഞു. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്.
സാധാരണ കുട്ടികൾ പ്രായം കൂടിയ ആൾക്കാർ വരുമ്പോൾ അവർക്കും സംശയം, മറ്റുള്ളവർക്ക് സംശയമുണ്ട്. പക്ഷേ ഇവരൊക്കെ അതിൻ്റെ പരിശ്രമം, നല്ല പരിശ്രമത്തിൻ്റെ ഇതിൽ നല്ല രീതിയിൽ തന്നെ അരങ്ങേറ്റത്തിൽ തയ്യാറെടുപ്പായിട്ട് മുന്നോട്ട് പോകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ചെറിയ കുട്ടികളായാലും പ്രായമുള്ള ആൾക്കാർ വരുന്നുണ്ട്. എല്ലാവരും നല്ലൊരു ഉത്സാഹമായിട്ട് എല്ലാ മേഖലയിലും, ഈ മേളായാലും പഞ്ചവാദി ആയാലും എന്ത് കൂടുതൽ വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ. വാദ്യകലകളെ പ്രോത്സാഹിപ്പിക്കലും ഏത് പ്രായക്കാർക്കും രംഗത്തേക്ക് കടന്നു വരാമെന്ന് തെളിയിക്കുക കൂടിയാണ് ഈ ദൗത്യമെന്ന് MNS നായർ പറയുന്നു. പ്രധാനമായിട്ട് വാദ്യകലകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ആസ്വാദക വൃന്ദത്തെ വലുതാക്കിക്കൊണ്ടുവരാം. അതിന് താല്പര്യമുള്ള ആളുകൾക്ക് ഈ ഇതിൽ ചേർന്ന് പഠിച്ച് പ്രവൃത്തിയിലേക്ക് വരികയും ചെയ്യാം. എന്നെ സംബന്ധിച്ചും ഞങ്ങളെല്ലാവരും സംബന്ധിച്ചിടത്തോളം ഈ അരങ്ങേറ്റം കഴിഞ്ഞിട്ടും ഇത് തുടരാൻ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചേക്കുന്നത്. TCV ചാലക്കുടി. മാള പുത്തഞ്ചിറയിൽ പ്രവർത്തിക്കുന്ന പശ നിർമ്മാണ യൂണിറ്റിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 25 ടൺ യൂറിയ പിടികൂടി. കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന യൂറിയയാണ് പിടിച്ചെടുത്തത്. കൃഷിവകുപ്പ് ക്വാളിറ്റി കൺട്രോളർ AJ വിവൻസി, ഡെപ്യൂട്ടി ഡയറക്ടർ സിന്ധു ഭാസ്കരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. യൂറിയ കർണാടകയിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നാണ് കൃഷിവകുപ്പ് അധികൃതർ പറയുന്നത്. വൻതോതിൽ ശേഖരിച്ച യൂറിയയുടെ രേഖകൾ ഉണ്ടായിരുന്നില്ല. രേഖകൾ സംബന്ധിച്ച് അടുത്ത ദിവസം GST അധികൃതർ പരിശോധന നടത്തുമെന്നാണ് സൂചന. ചേർപ്പ്, ചാഴൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലം തകർന്നിട്ടും സർക്കാർ സംവിധാനങ്ങൾ കണ്ണു തുറന്നില്ല. നാട്ടുകാർ പിരിവെടുത്ത് 2 മാസം കൊണ്ട് പുതിയ പാലം നിർമ്മിച്ചു. സർക്കാർ സംവിധാനത്തിലൂടെ നീങ്ങിയാൽ നിർമ്മാണത്തിന് നീണ്ട കാലമെടുക്കുന്ന പാലം നാട്ടുകാർ വെറും 2 മാസങ്ങൾ കൊണ്ട് പണം ചിലവഴിച്ച് പൂർത്തീകരിച്ചു. ചാഴൂർ, ചേർപ്പ് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതും കരുവന്നൂർ പുഴയിൽ നിന്നും ഹെർബർട്ട് കനാലിലേക്ക് ഒഴുകുന്ന വെള്ളം നിയന്ത്രിക്കുന്നതുമായ വൈക്കൂച്ചിറ കമാൻഡോ മുഖം ആനക്കടവ് പാലം ജൂലൈ 31-നാണ് കോൺക്രീറ്റ് ബീം തകർന്നതിനെ തുടർന്ന് പൂർണ്ണമായും തകർന്നത്. പുഴവെള്ളം വൻതോതിൽ ഒഴുകി ജനവാസ മേഖലയിലേക്ക് ഒഴുകുകയും വിവിധ പഞ്ചായത്തുകളിലെ 2000-ഓളം വീടുകൾ വെള്ളക്കെട്ടിലാവുകയും ചെയ്തു. ജനരോഷത്തെ തുടർന്ന് 10 ലക്ഷം രൂപ ചെലവിൽ മുളക്കുറ്റികളിൽ മണ്ണ് നിറച്ച ചാക്കുകളിട്ട് താൽക്കാലിക തടയണ നിർമ്മിച്ചെങ്കിലും പാലം പുനർനിർമ്മിക്കാൻ നടപടിയുണ്ടായില്ല. ഇതോടെയാണ് നാട്ടുകാർ പാലം നവീകരണത്തിനായി മുന്നിട്ടിറങ്ങിയത്. വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി വിഷയം അവതരിപ്പിച്ചു. ഇതിനായി മുഹമ്മദ് അലി പാലക്കൽ പ്രസിഡന്റായും SM മുഹമ്മദ് അലി സെക്രട്ടറിയായും നാട്ടുകാർ പുതിയ പാലം പണിയുന്നതിനായി ഒരു സമിതിക്ക് രൂപം നൽകി. വാടങ്കം രമ്യ മാടക്കാവൽ മുഖേന പാലം പണിക്കായി പഞ്ചായത്ത് മേജർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അനുമതിയും വാങ്ങി. തുടർന്ന് നാട്ടുകാർ റെക്കോർഡ് വേഗത്തിൽ ചിലവ് കുറച്ച് മനോഹരമായ പാലം സ്വന്തമായി നിർമ്മിച്ചു. ഈ ഭാഗത്തുള്ള ഏകദേശം 300 വീട്ടുകാർ ആശ്രയിക്കുന്ന ഏക ഒരു പാലമാണിത്. ഇൻ കേസ് പുറത്തേക്കൊക്കെ പെട്ടെന്ന് പോകേണ്ട വന്നാൽ ഈ വഴിയല്ലാതെ നമുക്ക് വേറെ വഴിയുണ്ട്, പക്ഷെ അത് കുറേ വളഞ്ഞൊക്കെ പോകണം. ഏകദേശം 3 കിലോമീറ്ററോളം നമുക്ക് ലാഭം കിട്ടും ഈ വഴി കൊണ്ട്. പിന്നെ ഇത് തള്ളിപ്പോയപ്പോൾ എല്ലാ ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടെ, പഞ്ചായത്തിൻ്റെ സമ്മതത്തോടെ, ഇറിഗേഷൻ്റെ സമ്മതത്തോടെ, എല്ലാവരും സമ്മതത്തോടുകൂടെ ഇവിടെ ഒരു ജനപങ്കാളിത്തത്തിൻ്റെ നേതൃത്വത്തിൽ ഇത് പാലം നിർവഹിച്ചു. എല്ലാവർക്കും ഇതിനെപ്പറ്റി വളരെ വളരെ നന്ദിയുണ്ട്. 500 രൂപ മുതൽ 30,000 രൂപ വരെ സംഭാവനകൾ നൽകിയവർ ഗ്രൂപ്പിലുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രദേശവാസികളായ 4 എഞ്ചിനീയർമാർ മേൽനോട്ടം വഹിച്ചു. 5 അടി വീതിയുണ്ടായിരുന്ന പാലം 9 അടി വീതിയിൽ 45 അടി നീളത്തിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇരുവശവും സംരക്ഷണ ഭിത്തി കെട്ടി ചായം പൂശി പാലം സുരക്ഷിതവും മനോഹരമാക്കുകയും ചെയ്തിട്ടുണ്ട്. 1.5 മാസം എടുത്ത് 2.45 ലക്ഷം മാത്രം ചെലവാക്കിയാണ് നാട്ടുകാർ പാലം പണി പൂർത്തിയാക്കിയത്. വലിയ വാഹനങ്ങൾക്ക് വരെ കടന്നുപോകാവുന്ന വീതിയുണ്ട് പാലത്തിന്. പുഴമുഖത്ത് പുതിയ താൽക്കാലിക ബണ്ട് പണിതതിനാൽ പഴയ പാലത്തിലുണ്ടായിരുന്ന പലക കൊണ്ടുള്ള ഷട്ടർ ഒഴിവാക്കിയാണ് പുതിയ പാലം പണി തിരിക്കുന്നത്. പുതിയ പാലം വന്നതോടെ ഇരുഭാഗത്തുമുള്ള 300-ഓളം വീട്ടുകാർക്ക് സ്കൂളുകളിലേക്കും പള്ളികളിലേക്കും കടകളിലേക്കും എളുപ്പത്തിൽ എത്താൻ സാധിക്കും. വലിയ ഭാരം കയറ്റിയ വാഹനങ്ങളുടെ ഗതാഗതം ഈ പാലത്തിലൂടെ നിരോധിച്ചിട്ടുണ്ട്. ആറാട്ടുപുഴ പൂരത്തിനെത്തുന്ന തൃപ്രയാർ തേവർ ഈ ഭാഗത്തെ കൈച്ചാൽ മുറിച്ച് കടന്നുപോകുന്ന ചടങ്ങ് ഇവിടെയുണ്ട്. ഇതിന്റെ സ്മരണയ്ക്ക് ആനക്കടവ് പാലം എന്നാണ് നാട്ടുകാർ പുതിയ പാലത്തിന് പേര് നൽകിയിട്ടുള്ളത്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. തിച്ചൂരിൽ 50 ലിറ്റർ വാഷ് പിടികൂടി. പൊൻകുന്നം നഗറിൽ പടിഞ്ഞാറേതിൽ ശിവശങ്കരന്റെ ഉടമസ്ഥയിലുള്ള ആൾതാമസമില്ലാത്ത വീടിന് സമീപത്തുള്ള വെള്ളച്ചാലിനടുത്തു നിന്നാണ് വാഷ് കണ്ടെത്തിയത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്ലാസ്റ്റിക് ഡ്രമ്മിൽ നിറച്ചുവെച്ച വാഷ് പിടികൂടിയത്. വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ചിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ V പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വാഷ് കണ്ടെത്തി നശിപ്പിച്ചത്. പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി. പ്രിവന്റീവ് ഓഫീസർ രഞ്ജിത്ത്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ യദുൽ കൃഷ്ണ, TP സനീഷ്, നൂർജ ബിനു എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു.
എയ്ഡഡ് സ്കൂൾ ഹെഡ്മാസ്റ്റർമാരുടെ സെൽഫ് ഡ്രോയിംഗ് ഓഫീസർ പദവി എടുത്തുകളഞ്ഞ സർക്കാർ ഉത്തരവിനെതിരെ KPSTA തൃശൂർ ഈസ്റ്റ് ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DEO ഓഫീസിന് മുൻപിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. KPSTA റവന്യൂ ജില്ലാ പ്രസിഡന്റ് P. ജയപ്രകാശ് ധർണ ഉദ്ഘാടനം ചെയ്തു. KPSTA സബ് ജില്ലാ പ്രസിഡന്റ് AJ ശ്രീജ അധ്യക്ഷത വഹിച്ചു. KPSTA സംസ്ഥാന കമ്മിറ്റി അംഗം K. സുനിത, ഈസ്റ്റ് ഉപജില്ലാ സെക്രട്ടറി K. രമ, വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി ഡെന്നി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. മേളകലാ സംഗീത സമിതിയുടെ കീഴിൽ പുത്തുകാവ് ദേവീക്ഷേത്രത്തിൽ പഞ്ചാരി മേളത്തിൽ പരിശീലനം നേടിയ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം നടന്നു. കൊടകര ഉണ്ണിയുടെ ശിക്ഷണത്തിൽ അഭ്യസിച്ച 24 പേരാണ് പഞ്ചാരിയുടെ പതികാലം മുതൽ കൊട്ടിക്കയറിയത്. പെരുവനം കുട്ടന്മാരാർ, ക്ഷേത്രം തന്ത്രി അഴകത്ത് ഹരീഷ് നമ്പൂതിരി എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. കുട്ടന്മാരാരെ പുത്തുക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ എടാട്ട് പൊന്നാടയണിയിച്ചു. ശബരിമല മുൻ മേൽശാന്തി AV ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, അഴകത്ത് ദാമോദരൻ നമ്പൂതിരി, പുത്തുക്കാവ് ദേവസ്വം സെക്രട്ടറി MN രാമൻ നായർ, മേളകലാ സംഗീത സമിതി പ്രസിഡന്റ് ഉണ്ണി പോറാത്ത് എന്നിവർ പങ്കെടുത്തു. അരങ്ങേറ്റം നടത്തിയ വിദ്യാർത്ഥികൾക്ക് പെരുവനം കുട്ടന്മാരാർ ഉപഹാരം നൽകി. അരങ്ങേറ്റ മേളത്തിന് കൊടകര അനൂപ്, മച്ചാട് പത്മകുമാർ, കണ്ണമ്പത്തൂർ വേണുഗോപാൽ, കുമ്മത്ത് നന്ദനൻ എന്നിവർ യഥാക്രമം കുറുങ്കുഴൽ, കൊമ്പ്, വലംതല, ഇലത്താളം എന്നിവയ്ക്ക് നേതൃത്വം നൽകി. 100ഓളം പേർ സഹമേളക്കാരായി. ഉൾക്കാഴ്ചയിൽ നിന്ന് ഉടലെടുത്ത വരികളുമായി തൃശൂർ അമ്പലപുരം സെന്റ് ജോൺ പോൾ പീസ് ഹോമിലെ അന്തേവാസി ജോസ് കണ്ണൂർ. അന്ധരായി ജനിച്ചിട്ടും ഉൾക്കണ്ണുകൊണ്ട് കണ്ട് ലോകർക്ക് പ്രത്യാശയായി തീർന്ന അനേകം മക്കൾ ഇന്ന് നമുക്കിടയിലുണ്ട്. അവർക്കായി ജോസ് കണ്ണൂർ രചനയും സംഗീതവും നിർവഹിച്ച എൻ്റെ ഈശോയെ എന്നീ ഗാനോപകാരം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ ജോസ് കണ്ണൂർ. ഇരുണ്ട ജീവിതത്തിലെ തെളിച്ചമുള്ള ഓർമ്മകളാണ് ജോസിന് തന്റെ പാട്ടുകൾ. ജന്മനാ കാഴ്ചയില്ലാത്ത ജോസിന്റെ സ്വദേശം കണ്ണൂരാണെങ്കിലും കഴിഞ്ഞ 32 വർഷത്തോളമായി ജോസ് തൃശൂരാണ്. അമ്പലപുരത്തുള്ള സെന്റ് ജോൺ പോൾ പീസ് ഹോമിലെ അന്തേവാസിയാണ്. എൻ്റെ ഈശോയെ നീ വരുമ്പോഴൻ മനസ്സിനെന്താനന്ദമുണ്ട്. ദുഃഖിതനായി ഞാൻ തളർന്നിരിക്കുമ്പോൾ സാന്ത്വനമായി നീ വരുമല്ലോ. പണ്ട് മുതൽക്കേ റേഡിയോ ആണ് ജോസിന് കൂട്ട്. ഈയിടെ എഴുതിയ ഭക്തിഗാനം പള്ളിയിലെ മാസികയിൽ അച്ചടിച്ചു വന്നിരുന്നു. കൂടാതെ ആ ഗാനം ആലപിച്ചപ്പോൾ പീസ് ഹോമിലെ അന്തേവാസികളുടെ അഭിനന്ദന വാക്കുകളുടെ സന്തോഷത്തിലാണ് ജോസ്. അന്ധനായി ഞാൻ ജനിച്ചു, ഉൾക്കണ്ണാലെ ഞാൻ കാണുന്നു, ലോകർക്കു പ്രത്യാശയായി ഞാനിന്നും ജീവിക്കുന്നു. ഞാൻ ഒരു ദിവസം വെറുതെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഈശോ ഇട്ട് തന്നു ഈ പാട്ടിലൂടെ നമ്മുടെ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ടതാണ്. ഈശോ നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ആനന്ദം ഉണ്ടാവും. ദുഃഖിതനായി നമ്മൾ തളർന്നിരിക്കുമ്പോൾ സാന്ത്വനമായി നമ്മുടെ ഹൃദയത്തിൽ ഈശോ വരും. ഈ ഗാനം ഒരു ആൽബമായി വരണമെന്നാണ് ജോസിന്റെ ആഗ്രഹം. കുഞ്ഞുനാൾ മുതൽ ഞാൻ നിന്നെ സ്വീകരിക്കാനായി എന്നുള്ളം കൊതിക്കുന്നു ഈശോയെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ വിമുക്തിയുടെ ഭാഗമായി കൊടകര സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലെയും സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെയും വിദ്യാർത്ഥികൾ തൃശൂർ സ്വരാജ് റൌണ്ടിൽ സൈക്കിൾ റാലിയും വാക്കത്തോണും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് BS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. എക്സൈസ് കമ്മീഷണർ PK സതീഷ് ലഹരിവിരുദ്ധ ബോധവൽക്കരണവും സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ലഹരിവിരുദ്ധ ക്ലബ്ബായ നേർക്കൂട്ടത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. സഹൃദയ മാനേജർ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജിനോ ജോണി മാളക്കാരൻ, ഡയറക്ടർ
ഡയറക്ടർ ഡോക്ടർ ധന്യ അലക്സ്, അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ, പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. ലഹരിവിരുദ്ധ ക്യാമ്പയിനിൽ അധ്യാപകരും വിദ്യാർത്ഥികളുമടക്കം 200ഓളം പേർ പങ്കെടുത്തു. സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ മാനേജ്മെന്റ് ഫെസ്റ്റ് മെറാക്കി 2024 ഈ മാസം 24-25 തീയതികളിലായി നടക്കും. ഉപഭോക്തൃ സേവന വാരാചരണത്തിന്റെ ഭാഗമായി KSCB തൃശൂർ വെസ്റ്റ് ഡിവിഷൻ മുതുവറ പുഴയ്ക്കൽ ലൈബ്രറി ഹാളിൽ ഉപഭോക്തൃ സംഗമം സംഘടിപ്പിച്ചു. അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ സംഗമം ഉദ്ഘാടനം ചെയ്തു. KSCB ചീഫ് എഞ്ചിനീയർ MA പ്രവീൺ അധ്യക്ഷത വഹിച്ചു. വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, KSCB ഉദ്യോഗസ്ഥർ, ഉപഭോക്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. സെറിബ്രൽ പാൾസി സ്പോർട്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഗുജറാത്തിൽ സംഘടിപ്പിച്ച ഭിന്നശേഷിക്കാരുടെ നാഷണൽ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ തൃശൂരിന് പൊൻതിളക്കം. തൃശൂരിനെ പ്രതിനിധീകരിച്ച് ക്ലബ് ത്രോ വിഭാഗത്തിൽ കൊടുങ്ങല്ലൂർ BRC PBM GHSSലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് അഫ്താബ് സ്വർണ്ണ മെഡലും, റണ്ണിംഗ് റേസ് അണ്ടർ-20 ബോയ്സ് വിഭാഗത്തിൽ ഉല്ലൂർ വൈലോപ്പള്ളി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി മെൽക്കി സൊഡയ്ക്ക് വെള്ളി മെഡലും കരസ്ഥമാക്കി. മത്സരശേഷം തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ടീമിനെ തൃശൂർ SSKയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. KB ബ്രിജിൽ, ജസ്റ്റിൻ തോമസ്, ബാലുലാൽ, റെയിൽവേ സ്റ്റേഷൻ മാനേജർ ജോർജ്, ജെയ്സൺ എന്നിവർ പങ്കെടുത്തു. ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിൽ നിന്ന് 24 കുട്ടികൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് 13 മെഡലുകൾ കരസ്ഥമാക്കി. തൃശൂരിൽ നിന്ന് പങ്കെടുത്ത 5 പേരിൽ 3 പേരും മെഡലുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. അഭിരാജ്, ഗോകുൽ കൃഷ്ണ എന്നിവരായിരുന്നു പരിശീലകർ. BSNL സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തൃശൂർ തെക്കേ ഗോപുരനടയിൽ നിന്ന് BSNL ജീവനക്കാരും കുടുംബാംഗങ്ങളും പങ്കെടുത്ത ഘോഷയാത്ര സംഘടിപ്പിച്ചു. തൃശൂർ BSNL സീനിയർ ജനറൽ മാനേജർ MS ഹരി ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് പട്ടാളം റോഡ് സെൻട്രൽ ടെലിഫോൺ എക്സ്ചേഞ്ചിന് സമീപം നടന്ന സമാപന സമ്മേളനം ഇസാഫ് ബാങ്ക് CEO K പോൾ തോമസ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ BSNL സീനിയർ മാനേജർ MS ഹരി അധ്യക്ഷത വഹിച്ചു. BSNL DGMമാരായ B രവിചന്ദ്രൻ, ദുർഗ രാമദാസ്, നോഡൽ ഓഫീസർ TG ജോഷി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് BSNL ജീവനക്കാരും വിദ്യാർത്ഥികളും പങ്കെടുത്ത ഫ്ലാഷ് മോബ് അരങ്ങേറി. ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള വൈദിക് ധർമ്മ സംസ്ഥാനയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് തൃശൂരിൽ തുടക്കമായി. വടക്കുനാഥ ക്ഷേത്ര മൈതാനത്ത് ആരംഭിച്ച നവരാത്രി ആഘോഷം സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ വിശിഷ്ടാതിഥിയായിരുന്നു. ഡിവിഷൻ കൌൺസിലർ പൂർണിമ സുരേഷ് അധ്യക്ഷത വഹിച്ചു. ആർട്ട് ഓഫ് ലിവിംഗ് ബാംഗ്ലൂർ ആശ്രമം ബ്രഹ്മചാരി ചിത് പ്രകാശ് ജി, നവരാത്രി ആഘോഷ കമ്മിറ്റി ചെയർമാൻ ബാലു, ആർട്ട് ഓഫ് ലിവിംഗ് ജില്ലാ പ്രസിഡന്റ് CI അജയൻ, സെക്രട്ടറി പ്രൊഫസർ സുവിൻ ശങ്കർ, സോണൽ കോർഡിനേറ്റർ R ഉണ്ണികൃഷ്ണൻ, ജില്ലാ കോർഡിനേറ്റർ രവീന്ദ്രനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് സംഗീതജ്ഞ ഡോക്ടർ NJ നന്ദിനിയുടെ സംഗീത കച്ചേരിയും അരങ്ങേറി. 4 ദിവസങ്ങളിലായി നടക്കുന്ന നവരാത്രി ചടങ്ങുകളുടെ ഭാഗമായി സങ്കല്പ പൂജയും മഹാചണ്ഡിക അടക്കമുള്ള ഹോമങ്ങളും ഉണ്ടാകും. സ്വാമിമാരും അല്ലെങ്കിൽ യോഗിമാരും പണം ചോദിച്ചത് നൽകാത്തതിലുള്ള വൈരാഗ്യത്തിൽ പെരുമ്പിലാവിൽ ചപ്പാത്തിക്കട അടിച്ചു തകർത്തു. പെരുമ്പിലാവ് സ്വദേശി ഹൈദ്രൂസിന്റെ ആനക്കല്ലിൽ പ്രവർത്തിക്കുന്ന ടേസ്റ്റി ഫുഡ് ചപ്പാത്തിക്കടയാണ് അക്രമി അടിച്ചു തകർത്തത്. അക്രമി കടയുടമയോട് പണം ആവശ്യപ്പെട്ടിരുന്നു. പണം നൽകാൻ കടയുടമ തയ്യാറാകാത്തതിനെ തുടർന്നുള്ള വൈരാഗ്യത്തിൽ ഇരുമ്പുവടിയുമായി ചപ്പാത്തിക്കടയിലെത്തിയ അക്രമി മുൻവശത്തെ ഗ്ലാസ്, ഫൈബർ ഡോർ ഉൾപ്പെടെയുള്ളവ തല്ലി തകർക്കുകയായിരുന്നു. 25,000-ഓളം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി കടയുടമ പറഞ്ഞു. ആനക്കല്ല് സ്വദേശി രാജേഷിനെതിരെ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണ വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7,060 രൂപ, പവന് 56,480 രൂപ. വെള്ളി ഗ്രാമിന് 100 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,359 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. നാളികേര വില കുതിച്ചുയരുന്നു. വില വർധനയുടെ ഗുണം ലഭിക്കാതെ നാളികേര കർഷകർ. തൃശൂർ ATM കവർച്ച, പ്രതികളെ ചൊവ്വാഴ്ച കോടതിയിൽ ഹാജരാക്കും. വിയൂർ ഇരിങ്ങാലക്കുട പോലീസ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങും. മലക്കപ്പാറ മയിലാടുംപാറയിൽ കാട്ടാനയാക്രമണത്തിൽ 3 തോട്ടം തൊഴിലാളികൾക്ക് പരിക്കേറ്റു. പാലപ്പള്ളി കുണ്ടായി ജനവാസ മേഖലയിൽ പുലിയിറങ്ങി മുരിക്കുട്ടിയെ കൊന്നു.
തൃശൂർ പാറമേക്കാവ് അഗ്രശാലയിലെ തീപിടുത്തം ഫോറൻസിക് സംഘം പരിശോധന നടത്തി. സമഗ്ര അന്വേഷണം നടത്തണമെന്ന് ഹിന്ദു ഐക്യവേദി. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ശ്രീലങ്കൻ സ്വദേശി സുജീവയ്ക്ക് ഒടുവിൽ ഇന്ത്യൻ പൗരത്വം. കളക്ടർ അർജുൻ പണ്ഡിറ്റ് പൗരത്വ രേഖ കൈമാറി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.